ഇന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു കപ്പ് ചെമ്മീൻ എടുത്തിട്ട് 250 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി വെച്ചതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചതക്കുന്നതിന് വേണ്ടി ഒരു 8-10 ചെറിയുള്ളി, ഒരു പിടി കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 5-8 അരി വെളുത്തുള്ളി. ഇത്തിരി സാധനം ഉപയോഗിച്ചിട്ട് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് കുഴച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം കേട്ടോ വറുക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി എടുത്ത് വെച്ച ചെമ്മീൻ ഇടാം അതിലേക്ക് വറുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റായി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നു. ഇപ്പം ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു, നല്ല സ്വർണ്ണ കളറായി. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം നമുക്ക് ചതച്ച മസാലകൾ ചേർത്തിട്ട് ഒന്നുകൂടി വറുക്കണം. ഉണക്കച്ചെമ്മീൻ വറുത്ത അതേ ചട്ടി തന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പം നമുക്ക് ചതച്ച് വെച്ച മസാലകൾ ചേർക്കാം. ഈ മസാലകൾ നന്നായിട്ട് മൊരിയണം. പിന്നീട് ക്രഷ്ഡ് മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീനും കൂടി ചേർക്കാം. ഇപ്പം ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ക്രഷ്ഡ് മുളക് പൊടിയും കൂടി ചേർക്കാണ്. അത് നമ്മളെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം. ഉപ്പുണ്ടാവില്ല, ചെമ്മീന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീനും കൂടി ചേർക്കുവാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഊണ് കഴിക്കുമ്പോഴെല്ലാം ഇത് മാത്രം മതി, വേറെ ഒരു കറിയില്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർക്കുന്നുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.